ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, സംഗീത ലോകത്ത് വലിയൊരു വിട നൽകുകയാണ്. ഇപ്പോൾ ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ആശാ ഭോസ്ലെ 92ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. രമ്യ, ഇന്ത്യൻ സിനിമ, ചലച്ചിത്ര, സംഗീത രംഗത്തെ വലിയ പ്രതിഭയായിരുന്നു ആശാ ഭോസ്ലെ. അതായത് 12,000-ലധികം പാട്ടുകൾ വിവിധ ഭാഷകളിലായി മറാത്തി, ബംഗാളി, തെലുഗു, തമിഴ്, കന്നഡ, നമ്മുടെ മലയാളം, ഗുജറാത്തി എന്നിവയടക്കം വിവിധ ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങൾ അവർ സിനിമകളിലും അല്ലാതെയും പാടിയിട്ടുണ്ട്. 1933 ജനിച്ചത്. 1943 അവരുടെ, അതായത് 10ാമത്തെ വയസ്സിൽ അവരുടെ ആദ്യത്തെ ഗാനം റെക്കോർഡ് ചെയ്തു. അത് മാത്രമല്ല, ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തെ ഏറ്റവും പ്രതിഭാധനരായ സംഗീത സംവിധായകർ, പല തലമുറകളിൽപ്പെട്ടവർ, എസ്.ടി. ബർമൻ, നൌഷാദ്, ഒ.പി. നയ്യാർ, എ.ആർ. റഹ്മാൻ വരെയുള്ളവരുടെ കൂടെ പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു. വളരെ മികച്ച ഗാനങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തു. ഇൻഡോർ സ്വദേശിനിയാണ് അവർ. 2000-ൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, അത് ആജീവനാന്ത സംഭാവനയ്ക്ക് ഇന്ത്യൻ സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ചലച്ചിത്ര രംഗത്തെ. അതുപോലെ 2008-ൽ പത്മ പുരസ്കാരം ലഭിച്ചു. 2 ദേശീയ പുരസ്കാരങ്ങൾ 1981-ലും അതുപോലെ 86-ലും ഉള്ള ഗാനങ്ങൾ ലഭിച്ചു. നമുക്കറിയാം, അവരുടെ എത്രയോ പാട്ടുകൾ നമുക്കറിയാം. ലഗാൻ എന്ന സിനിമയിലെ 2002-ൽ ഇറങ്ങിയ ലഗാനിലെ രാധാ കൈസേനത്തിലെ എന്നുള്ള പാട്ട്, അതുപോലെ രംഗീലയിൽ അവരുടെ 62ാമത്തെ വയസ്സിൽ ഊർമിള മണ്ഡോത്സവത്തിന് വേണ്ടിയിട്ട് പാടിയ പാട്ടുകൾ, അങ്ങനെ എത്രയോ പാട്ടുകൾ പല ഭാഷകളിലായി കേട്ടതാണ്. അവര് വളരെ വലിയ ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടെയാണ്. അതായത് ഇന്ത്യൻ സംഗീത രംഗത്തെ ട്രാൻസ്ഫോർമേഷന്റെ എല്ലാം കൂടെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതായത് ഈ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന 1971-ലെ സിനിമ, ആ സിനിമയിലെ ദം മാരോ ദം എന്ന പാട്ട്, അത് ഇന്ത്യൻ സിനിമ വളരെ യാഥാസ്ഥിതികമായിരുന്ന ഒരു കാലത്താണ് ഈ ഗാനം ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം ഉള്ളത്. പരമ്പരാഗതമായ ഒരു ഗ്രാമീണ പെൺകുട്ടി എന്ന സങ്കല്പത്തിൽ നിന്ന് മാറി ഒരു ആധുനികവും ധീരവുമായ ഒരു തലമുറയുടെ അടയാളമായിട്ട് ഈ പാട്ട് മാറി. അതൊരു ചരിത്രത്തിന്റെ ഒരു ആണ്. അതുപോലെ സംഗീതയുടെ നിഴലിൽ നിന്ന് മാറി ആശാ ഭോസ്ലെ, കൃഷ്ണയുടെ സഹോദരി എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. സ്വന്തം വ്യക്തിത്വം ഉറപ്പിച്ച ഒരു ഗാനമാണ് ആജാ ആജാ മേഹും പ്യാർ തേര എന്ന ഗാനം. ശ്രീമൻസിൽ 1966-ലെ ഗാനമാണ്. ഒരു റോക്ക് ആൻഡ് റോൾ ശൈലിയിലുള്ള ഒരു പാട്ടാണ്. അന്നത്തെ ഒരു റാപ്പ് ട്രെൻഡ് സ്റ്റൈൽ, സംഗീത ട്രെൻഡുകൾ ഇന്ത്യയിൽ വന്ന സമയത്തുള്ളൊരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചരിത്രത്തിന്റെ കൂടെ ഭാഗമാണ്. അതുപോലെ ക്ലാസിക്കൽ വൈദഗ്ധ്യവും വളരെ വലുതാണ്. ഇൻ ആംഖോം കി മസ്തി എന്ന ഗാനം ഉത്താവുജാൻ 1981-ലെ ചിത്രമാണ്. ആ വർഷത്തെ ഗാനമാണ്. അവരുടെ ഒരു ശബ്ദത്തിന്റെ വൈവിധ്യത്തെ, ആശാ ഭോസ്ലെയുടെ ശബ്ദത്തിന്റെ ഒരു വൈവിധ്യത്തെ കാണിക്കുന്ന ഒരു പാട്ടാണ് അത്. ഒരു വെസ്റ്റേൺ പോപ്പ് സ്ഥിരമായി പാടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത്രയും ഗഹനമായ ഒരു ക്ലാസിക്കൽ ഔട്ട്ലുക്ക് ഉള്ള ഒരു പാട്ട് അവർ പാടിയത്. അങ്ങനെ ഒരു പാട്ട് അവർക്ക് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന, റാപ്പ് പാടിക്കൊണ്ടിരിക്കുന്ന, വെസ്റ്റേൺ സ്റ്റൈലിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സാധിക്കുമോ എന്നൊരു സംശയം അക്കാലത്തുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഓൾ ടൈം ക്ലാസിക് ഹിറ്റായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഗുൽസാറിന്റെ വരികൾക്ക് ആർ.ഡി. ബർമൻ ഈണമിട്ട ഒരു ഗാനമുണ്ട്. അതായത് മേരാ കുച്ച് സാമാൻ എന്ന പാട്ട് ഇജാസത്ത് 1987 അപ്പം മനുഷ്യർക്കിടയിലുള്ള അത്തരം ഗൗരവകരമായ വിഷയങ്ങളെ പക്വതയോടെ സംഗീതത്തിലൂടെ അവതരിപ്പിക്കാം എന്ന് കാണിച്ചു തന്നൊരു പാട്ടായിരുന്നു അത്. ഇങ്ങനെ ഒരു ചലച്ചിത്രത്തെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ 2-3 ഘട്ടങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. 1950-കളിലെ ആകർഷകമായ ശബ്ദത്തിന്റെ ഒരു ഉടമ എന്നുള്ള നിലയ്ക്ക് തർക്കമായിരുന്നു. അതുപോലെ ചുരാലിയ തുന്നെ എന്ന പോലെയുള്ള പാട്ടുകൾ പ്രണയങ്ങളുടെയും അതേസമയം പോപ്പ് സംഗീതത്തിന്റെയും ഒരു നിലയ്ക്ക് അവസാന ഘട്ടത്തിൽ അധീന ജാവോ ചോട്കർ എന്നൊക്കെയുള്ള പാട്ടുകൾ മൂന്നുകളെ സ്വാധീനിച്ച അവിസ്മരണീയമായ ശബ്ദത്തിന്റെ ഉടമയുള്ളതാണ്. എടുത്തു പറയേണ്ടുന്ന ചില പാട്ടുകളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ദമ്മാരോ ദമ്മാണ്. അത് ഹരേ രാമ ഹരേ കൃഷ്ണ 1971 ആർ.ഡി. ബർമന്റെ മ്യൂസിക്. അത് ഇന്ത്യയിലെ ഹിപ്പി സംസ്കാരത്തിന്റെ അടയാളമായിരുന്നു ഈ പാട്ട്. അത് അവരുടെ കരിയറിലെ ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു. അതുപോലെ ഇൻ ആംഖോം കി മസ്തി കുമാരോജാൻ 1981-ലെ സിനിമയിലെ പാട്ട്. ഖയ്യാമാണ് ഇതിന്റെ മ്യൂസിക്. ഗസൽ ടച്ചുള്ള പാട്ടാണ്. അത് അവരുടെ ആ ഗസൽ ടച്ചുള്ള പാട്ട് ഈ ആശയുടെ ഒരു ഹൈറ്റ്, ഒരു ഔന്നത്യമാണ് എന്ന് പറയണം. ഈ സിനിമയിലൂടെയാണ് അവർക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 1981 കിട്ടുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ ആജാ ആജാ മേഹും പ്യാർ തേര തീശ്വരി മനസ്സിലെ 1966-ലെ, അത് ആശയുടെ ശബ്ദത്തിന്റെ ഊർജം ഒരു വെസ്റ്റേൺ റോൾ ശൈലിയിൽ ഇതൊരു തരംഗമായിരുന്നു ഇന്ത്യയിൽ. അതുപോലെ മേരാ കുച്ച് സാമാൻ, അത്
1987 പാട്ടാണ്. ഒരു സാധാരണ പാട്ടുകളുടെ ഒരു ഘടനയൊന്നും ഇല്ലാത്ത പാട്ടാണ്, കവിത പോലെ പോകുന്ന ഒരു പാട്ട്. ഇതാണ് രണ്ടാമത് അവർക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത പാട്ട്. വളരെ സങ്കീർണമായിട്ടുള്ള വികാരങ്ങൾ ആവാഹിച്ച ഒരു ഗാനം എന്ന് പറയണം. അതുപോലെ 1973 ചുരാലിയ ഹേ തുന്നെ യാദോം കി ഭാരത് എന്ന സിനിമയിലെ പാട്ട്. അതിപ്പോഴും ഈ പ്രണയികളുടെ ഒരു പ്രിയപ്പെട്ട പാട്ടാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഒരു ഗിറ്റാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമാണുള്ളത്. അതിൽ അവർ ശബ്ദം എഴുതുന്നു. ഒരു കൾച്ചർ പാട്ട് എന്ന് പറയാവുന്ന പാട്ട്. അതുപോലെ ഐ എ മെഹർബാൻ എന്ന പാട്ട് 1958 ഹൗറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. മധുബാലയാണ് സ്ക്രീനിലുള്ളത്. അവിടെ മധുബാല സ്ക്രീനിലുണ്ട്. ആശാ ഭോസ്ലയുടെ ശബ്ദവും ഇതിൽ തമ്മിൽ ഇഴുകി നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പിയാത്തു അബ്ദു ആജ എന്നുള്ള പാട്ട് കാരവാൻ എന്ന 1971 സിനിമ. ക്യാബറ ഗാനങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞല്ലോ റോക്ക് ആൻഡ് റോൾ സ്റ്റൈൽ, വെസ്റ്റേൺ സ്റ്റൈൽ എന്നതുപോലെ ക്യാബറ ഗാനങ്ങൾക്ക് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തൊരു പ്രത്യേക മാനം, ഒരു പുതിയ മാനം കൊടുത്ത ഒരു പാട്ടാണ് ഇത്. അതുപോലെ ദോ ലഫ്സോം കി ഹേ ദിൽ കി കഹാനി 1979 ദ ഗ്രേറ്റ് ഗാംബ്ലർ എന്ന് പറഞ്ഞ സിനിമ. വെനീസ് നഗരത്തിലെ ഒരു ബോട്ടിലിരുന്ന് പാടുന്ന രീതിയിൽ ചിത്രീകരിച്ച പാട്ട്. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പ്രണയത്തിന്റെ വിശുദ്ധമായ ഒരു ആഴം വെളിപ്പെടുത്തുന്ന പാട്ടാണ്. അതുപോലെ ഒ.പി. നയ്യാറുടെ സംഗീതത്തിൽ ആശയുടെ ശബ്ദം അത് എത്ര മനോഹരമായി ഉപയോഗിച്ചു എന്ന് ജായിയെ ആപ്ക ഗായെങ്കെ എന്ന പാട്ട്. അതുപോലെ A.R. റഹ്മാന്റെ സംഗീതത്തിൽ 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്ക് ഒരു 20 വയസ്സുകാരിയുടെ പ്രത്യേകതയോടെ പാടിയ തൻഹ എന്നുള്ള പാട്ട്, രംഗീലയിലെ പാട്ട്. ഇങ്ങനെ ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തിന്റെ മുഴുവൻ ട്രാൻസ്ഫോർമേഷന്റെ കാലത്തും ഉണ്ടാകുന്ന ഗായികയാണ് ആശാ ഭോസ്ലെ. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തിന് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. രമ്യ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.